CCTV പോലെ ഒരു പ്രാദേശിക ടെലിവിഷൻ നെറ്റ്വർക്ക് അവരുടെ സംപ്രേഷണം വ്യാപിച്ചിട്ടുള്ള മുഴുവൻ മേഖലയിലെയും SSLC+2 വിജയികളെ ആദരിക്കുന്നത് ലോകത്തിന് മാതൃകയാണെന്ന് കവിയും പ്രമുഖ വാഗ്മിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ. CCTVയുടെ ആദരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ പൂജയൊന്നും വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ. പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പുക്കൊഴുക്കുവറ്റി മാഞ്ഞാലും അവ മുഴുവൻ വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പൊന്നാടയും മൊമന്റോയും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. കോർപ്പറേറ്റ് കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്കുകൾക്കിടയിലും CCTVയുടെ വളർച്ച പ്രശംസനീയമാണെന്നും ലോകത്ത് പലയിടത്തും കുട്ടികൾ കൊന്നൊടുക്കപ്പെടുകയും പട്ടിണി കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയുള്ളപ്പോൾ ഇത്രയേറെ കുട്ടികളെ പ്രാദേശിക ചാനലായ CCTV ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി ആദരിക്കുന്നു എന്നത് അഭിമാനകരമാണെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. CCTV പോലെ ഒരു പ്രാദേശിക ടെലിവിഷൻ നെറ്റ്വർക്ക് അവരുടെ സംപ്രേഷണം വ്യാപിച്ച മുഴുവൻ മേഖലയിലെയും 3 മുനിസിപ്പാലിറ്റിയിലെയും 25ഓളം പഞ്ചായത്തുകളിലെയും SSLC+2 വിജയികളെ മുഴുവൻ വിളിച്ചു വരുത്തി ഇത്ര വലിയ ഒരാദരം സമർപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത് ലോകത്തിന് മാതൃകയാണ്. ബഹുരാഷ്ട്ര കുത്തകകൾ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച ആഗോള ഭീമന്മാരായ കേബിൾ ശൃംഖലകളെ തോൽപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് CCTV എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പോൾ ജോൺസേട്ടന്റെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രവർത്തനത്തെ ഞാൻ ശ്ലാഘിക്കുന്നു. പരീക്ഷയിലെന്ന പോലെ ജീവിതത്തിലും മനുഷ്യത്വത്തിലും വിദ്യാർത്ഥികൾ ഫുൾ A+ നേടണം. അതിന് നിങ്ങൾ പുസ്തകങ്ങൾ കൂടി വായിക്കണം. എങ്കിൽ മാത്രമേ സർഗാത്മകതയുടെ ലഹരി ആസ്വദിക്കാനും രാസലഹരികളെ ഉപേക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. അധികാരം കൊണ്ടോ പോലീസിനെ കൊണ്ടോ രാസലഹരികളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അറിവിന്റെയും മാനവികതയുടെയും ലഹരി മതിയെന്ന് കുട്ടികൾ തീരുമാനിച്ചാൽ ലഹരി വിമുക്തമായ തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുമെന്നും ആലംകോട് കൂട്ടിച്ചേർത്തു. നിങ്ങൾ ജീവിതത്തിലും A+ നേടണം, മനുഷ്യത്വത്തിൽ ഫുൾ A+ നേടണം. അതിന് നിങ്ങൾ പുസ്തകങ്ങൾ കൂടി വായിക്കണം. പാഠപുസ്തകത്തിന് പുറത്തുള്ള TD രാമകൃഷ്ണന്റെയും രാധാകൃഷ്ണ മാഷ്ടയും എൻ്റെ പുസ്തകം വായിക്കണമെന്ന് ഞാൻ പറയില്ല, സുബീഷ് തെക്കൂട്ടിൻ്റെയും അടക്കമുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ, സാഹിത്യകൃതികൾ, സർഗകൃതികൾ വായിച്ചാൽ സർഗാത്മകതയുടെ ലഹരി ഉണ്ടാകും. സർഗാത്മകതയുടെ ലഹരി ഉണ്ടായാൽ രാസലഹരികൾ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ വരും. രാസലഹരികളെ നമുക്ക് അധികാരം കൊണ്ടോ പോലീസിനെ കൊണ്ടോ ഇല്ലാതാക്കാൻ പറ്റില്ല. ഞങ്ങളത് സ്വീകരിക്കുകയില്ല. ഞങ്ങൾക്ക് അറിവിൻ്റെ ലഹരി മതി, സർഗാത്മകതയുടെ ലഹരി മതി, മാനവികതയുടെ ലഹരി മതി എന്ന് കുട്ടികൾ തീരുമാനിച്ചാൽ ഒരു രാസലഹരി മാഫിയയ്ക്കും നമ്മുടെ യുവത്വത്തെ കീഴടക്കാൻ പറ്റില്ല. ഹൈക്കുളങ്ങര രാമവാര്യർ തൊട്ട് പുസ്തക വ്യവസായത്തിന്റെ വലിയ കേന്ദ്രമാണ് കുന്നംകുളം. ലോകത്തെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇടം കൂടിയാണ് കുന്നംകുളമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.